മൊബൈൽ ഉപയോഗിക്കുന്നത് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകാന്നുള്ളത് അല്ലേ. അതിനുവേണ്ടി നമ്മൾ പലപ്പോഴും വലിയ വലിയ പാക്കുകളൊക്കെ നമ്മൾ റീചാർജ് ചെയ്യാറുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷനിൽ കുറച്ച് സെറ്റിംഗ്സ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ നല്ല പോലെ നിങ്ങൾക്ക് നെറ്റ് ലാഭിക്കാൻ സാധിക്കും. അത് ഞാൻ കാണിച്ചു തരാം. ആ സ്റ്റെപ്പുകളെല്ലാം നിങ്ങളുടെ ഫോണിലൊന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു വെക്കാൻ മറക്കരുത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ നെറ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് നല്ലപോലെ നെറ്റ് ലാഭിക്കാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വളരെ സിമ്പിൾ ആണ്. 2-3 സ്റ്റെപ്സ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കാണുന്നില്ലേ യൂട്യൂബിന്റെ ലോഗോ കാണുന്നില്ലേ? ആ യൂട്യൂബിന്റെ മുകളിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. അങ്ങനെ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു റൗണ്ട് ഐക്കൺ കാണുന്നില്ലേ? അതിന്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യാം. 3-4 ഓപ്ഷൻസ് പറയുന്നുണ്ട്. എല്ലാം ക്ലിയർ ആയിട്ട് കേട്ട് ചെയ്താൽ നല്ലപോലെ നെറ്റ് ലാഭിക്കാം. അപ്പൊ നമുക്ക് ആ യൂട്യൂബിന്റെ റൗണ്ട് ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ കാണാം പോസ് ആപ്പ് ആക്ടിവിറ്റി ഇഫ് അൺയൂസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന യൂട്യൂബ് ഉപയോഗിക്കാത്ത സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ യൂട്യൂബ് വർക്ക് ചെയ്ത് നല്ലപോലെ നെറ്റ് നമ്മുടെ നഷ്ടമാവുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ പോസ് ആപ്പ് ആക്ടിവിറ്റി ഇഫ് അൺയൂസ്ഡ് എന്ത് ചെയ്യുക, ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഇത് പലരും ചെയ്യാത്തതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ നെറ്റ് വളരെയധികം തീർന്നു പോകുന്നത്. ഇനി 2-3 സ്റ്റെപ്പ് കൂടി ഞാൻ കാണിച്ചു തരാം. വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഒരു ഗിയർ ഐക്കൺ കാണാം. അതായത് താഴെ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഒരു ഗിയർ ഐക്കൺ കാണുന്നുണ്ട് അല്ലെ? ആ ഗിയർ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഫോണിന്റെ ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ്. ആ ജനറലിൽ ഇവിടെ അപ്പിയറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഇവിടെ ഡാർക്ക് തീമിലാണോ നിങ്ങളിത് കിടക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ ഡാർക്ക് തീമിലേക്ക് ആക്കുക. പലരും ലൈറ്റ് തീമിലേക്ക് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോണിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ വല്ലാതെ കൂടിയിട്ട് നമ്മുടെ നെറ്റിന്റെ ചാർജ് ഒക്കെ വളരെ പോകാനും ബാറ്ററി ഡൗൺ ആവാനൊക്കെ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പലരുടെയും കിടക്കുന്നത് ഓൾവേസ് ഓണിലായിരിക്കും. അങ്ങനെ ഓൺ ആണെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കാണേണ്ട വീഡിയോന് പകരം മറ്റേതെങ്കിലും വീഡിയോ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് വെക്കും. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് വളരെയധികം നെറ്റ് നമ്മൾ നഷ്ടമാക്കുന്നുണ്ട്. അതിൽ നമ്മൾ എപ്പോഴും ഡാറ്റ സേവർ മോഡിലേക്ക് വേണം നമ്മൾ മാറ്റി കൊടുക്കണമെങ്കിൽ. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ മാത്രം ഹൈ ക്വാളിറ്റിയിൽ കാണണമെങ്കിൽ അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഹൈ ക്വാളിറ്റിയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഡാറ്റ സേവറിലേക്ക് ആക്കി കഴിഞ്ഞാൽ നല്ലപോലെ ഡാറ്റ ലാഭിക്കാം. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡാറ്റ സേവിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇത് ഓൺ ആണോ എന്നുള്ളത് നോക്കുക. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഡാറ്റ സേവിംഗ് മോഡ് എന്നുള്ളത്, ആ മുകളിലെ ടോഗിൾ ഒന്നും ഇങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ, ഓൺ ആക്കി കഴിഞ്ഞാൽ താഴെയുള്ള എല്ലാ ഓപ്ഷൻസും ഓൺ ആവും. അപ്പൊ നമുക്ക് നല്ലപോലെ നെറ്റ് ലാഭിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതിലുള്ള ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് നിങ്ങൾക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അത് മാത്രമായിട്ട് ഒന്ന് ഓഫ് ചെയ്യുക. പക്ഷേ ഡാറ്റ സേവിംഗ് മോഡ് നമ്മൾ എപ്പോഴും ഫുള്ളായിട്ട് ഓൺ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് അതിനുശേഷം നമ്മൾ ഇവിടെ കാണാം ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ? അത് നമ്മൾ എല്ലാവരുടെ ഫോണിലും ഓൺ ആയിരിക്കും. അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലേക്ക് ഓട്ടോമാറ്റിക്കലി ചാടിപ്പോകും. അത് നമുക്ക് ആവശ്യമില്ല. നെറ്റ് നല്ല